ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് മഹാനായ ഡോക്ടറും നോബൽ സമ്മാന ജേതാവുമായ ആൽബർട്ട് ഷീസർ ലണ്ടനിൽ അഭിമുഖം നടത്തുമ്പോൾ ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, ഡോക്ടർ, എന്താണ് ആളുകളുടെ പ്രശ്നം? മഹാനായ ഡോക്ടർ ഒരു നിമിഷം നിശബ്ദനായി എന്നിട്ട് പറഞ്ഞു, ലളിതമായി പറഞ്ഞാൽ ആളുകൾ ചിന്തിക്കുന്നില്ല. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്നത് ഒരു സുവർണ കാലഘട്ടത്തിലാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ഉറ്റുനോക്കുന്ന, സ്വപ്നം കണ്ട, പ്രയത്നിച്ച ഒരു യുഗമാണ്. ഒരു പക്ഷേ നമുക്കിത് നിസ്സാരമായി തോന്നിയേക്കാം. എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങളുള്ള സമൃദ്ധമായ ഒരു ലോകത്ത് ജീവിക്കാൻ കഴിയുന്നതിൽ നാം ഭാഗ്യവാന്മാരാണ്. എന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? 25 വയസ്സുള്ള 100 പേരെ എടുക്കാം. 65 വയസ്സാകുമ്പോഴേക്കും അവർക്ക് എന്ത് സംഭവിക്കുന്നു? 25 വയസ്സിൽ ജീവിതം ആരംഭിക്കുന്ന ഈ 100 പേരും തങ്ങൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവരിൽ ആരോടെങ്കിലും വിജയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ വിജയിക്കണമെന്ന് അവർ നിങ്ങളോട് പറയും. ജീവിതത്തോടുള്ള ആവേശവും ഉത്സാഹവും കണ്ണുകളിലെ പ്രത്യേക തിളക്കവും ജീവിതയാത്രയുടെ വ്യക്തതയും അവരിൽ കാണുവാൻ കഴിയുമെന്ന് മാത്രമല്ല, ജീവിതത്തെ അവർ വളരെ രസകരമായൊരു സാഹസികമായി കാണുന്നുവെന്നും മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ 65 വയസ്സാകുമ്പോഴേക്കും ഈ 100 പേരിൽ ഒരാൾ സമ്പന്നനാകുന്നു, 4 പേർ സാമ്പത്തികമായി സ്വതന്ത്രരായിരിക്കും, 5 പേർ ഇപ്പോഴും ജോലിക്കാരായിരിക്കും, ബാക്കിയുള്ളവർ ഒരു പ്രയോജനമില്ലാത്തവരായി പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നു. 100-ൽ 5 പേർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് അല്ലെങ്കിൽ ഗ്രേഡ് നേടുന്നത്. എന്തുകൊണ്ടാണ് അധിക പേരും പരാജയപ്പെടുന്നത്? അവർക്ക് 25 വയസ്സായപ്പോൾ ഉണ്ടായ ഉത്സാഹത്തിന് എന്ത് സംഭവിച്ചു? സ്വപ്നങ്ങളും പ്രതീക്ഷകളും പദ്ധതികളും എല്ലാം എന്തായി? ഈ മനുഷ്യർ ജീവിതത്തിൽ നേടാൻ ഉദ്ദേശിച്ചതും അവർ നേടിയതും തമ്മിൽ എത്ര വലിയ അന്തരമാണ്. എന്തുകൊണ്ട് 100-ൽ 5% വിജയം കൈവരിക്കുന്നുവെന്ന് പറയുമ്പോൾ വിജയത്തെ നമ്മൾ നിർവചിക്കേണ്ടതുണ്ട്. എനിക്കിതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞ നിർവചനം ഇതാണ്: വിജയമെന്നത് ഉചിതമായ ഒരു ആദർശത്തിൻ്റെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ്. ഒരു മനുഷ്യൻ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയും അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുകയും ചെയ്യുന്നുവെങ്കിൽ ആ മനുഷ്യൻ വിജയമാണ്. അവൻ അത് ചെയ്യുന്നില്ലെങ്കിൽ അവനൊരു പരാജയമാണ്. ഉചിതമായ ഒരു ആദർശത്തിൻ്റെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ് വിജയം. സാധാരണഗതിയിൽ 7 വയസ്സാകുമ്പോൾ നമ്മൾ വായിക്കാൻ പഠിക്കുന്നു, 25 വയസ്സാകുമ്പോൾ ജീവിക്കാൻ പഠിക്കുന്നു. ഒട്ടുമിക്ക ആൾക്കാരും ആ സമയമാകുമ്പോഴേക്കും ജീവിതം നയിക്കുക മാത്രമല്ല, ഒരു കുടുംബത്തെ പോറ്റുക കൂടി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിലെ എല്ലാവരെ പോലും അനുരൂപപ്പെട്ടു പോകുന്നു അഥവാ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നു? കാരണം നമ്മൾ തെറ്റായ ശതമാനം ഗ്രൂപ്പിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്, വിജയിക്കാത്ത 95% ആൾക്കാരെ പോലെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആളുകൾ സമൂഹത്തോട് പൊരുത്തപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് എന്ന് യഥാർത്ഥത്തിൽ അവർക്ക് തന്നെ അറിയില്ല. തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളാൽ രൂപപ്പെട്ടതാണെന്ന് ഈ ആളുകൾ വിശ്വസിക്കുന്നു. ബാഹ്യശക്തികളാൽ അവരിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നതിനാൽ അവർ ബാഹ്യ സംവിധാനത്തിലുള്ള ആളുകളാണ്. ഒരിക്കൽ ജോലിയുള്ള പുരുഷന്മാരെയും ജോലിയില്ലാത്ത പുരുഷന്മാരെയും ഒരുമിച്ചൊരു സർവേ നടത്തപ്പെട്ടു. അതിൽ ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത്, എന്തിനാണ് രാവിലെ എണീക്കുന്നത് എന്നുള്ള ചോദ്യം 20-ൽ 19 പേരും ഉത്തരം അറിയില്ല എന്നാണ് പറഞ്ഞത്. അവരോട് ചോദിച്ചാൽ അവർ പറയും, എല്ലാവരും ജോലിക്ക് പോകുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു. ഇനി നമുക്ക് വിജയത്തിൻ്റെ നിർവചനത്തിലേക്ക് വരാം. ആരാണ് വിജയിക്കുന്നത്? ഉചിതമായ ഒരു ലക്ഷ്യം ക്രമാനുഗതമായി സാക്ഷാത്കരിക്കുന്ന മനുഷ്യൻ മാത്രമാണ് വിജയിക്കുന്നത്. ഞാൻ ഇതായി തീരുവാൻ പോകുന്നു എന്ന് പറയുന്ന മനുഷ്യൻ തുടർന്ന് ആ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. വിജയിച്ച ആളുകൾ ആരാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. സ്കൂളിൽ പഠിപ്പിക്കുന്ന സ്കൂൾ അധ്യാപകയാണ് വിജയിച്ചത്. കാരണം അദ്ദേഹം ഒരു ജോലിയിലേക്ക് ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നു. ഭാര്യയും അമ്മയും ആകാൻ ഒരു സ്ത്രീ ആഗ്രഹിക്കുകയും അത് നന്നായി ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ വിജയമാണ്. ഒരു സംരംഭം നടത്തുന്ന ആൾ അത് ഇഷ്ടത്തോടെ നടത്തുകയാണെങ്കിൽ അത് അയാൾ വിജയമാണ്. മുൻകൂട്ടി നിശ്ചയിക്കുന്ന ജോലി ചെയ്യുന്ന ഏതൊരാളും വിജയമാണ്. കാരണം അതാണ് അവർ മനഃപൂർവ്വം ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ 20-ൽ ഒരാൾ മാത്രമാണ് അത് ചെയ്യുന്നുള്ളൂ. ഇത്ര അധികം ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒന്നും നേടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും കഠിനാധ്വാനം ചെയ്യാതെ തന്നെ മറ്റു പലർക്കും എല്ലാം നേടിയെടുക്കുവാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം. ഇതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവൻ തൊടുന്നതെല്ലാം പൊന്നാകുന്നു. വിജയിക്കുന്ന ഒരു മനുഷ്യൻ വിജയായി തന്നെ തുടരുന്നതും മറുവശത്ത് പരാജയപ്പെടുന്ന ഒരു മനുഷ്യൻ തുടർച്ചയായി പരാജയപ്പെടുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലക്ഷ്യങ്ങളാണ് അതിന് കാരണം. നമ്മളിൽ ചിലർക്ക് അത് ഉണ്ട്, ചിലർക്ക് ഇല്ല. ലക്ഷ്യമുള്ള ആളുകൾ വിജയിക്കുന്നു, കാരണം അവർ എവിടേക്കാണ് പോകുന്നത് എന്ന് അവർക്കറിയാം. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. തുറമുഖം വിടുന്ന ഒരു കപ്പലിനെ കുറിച്ച് ചിന്തിക്കുക. അതിൻ്റെ യാത്ര മാപ്പ് ചെയ്ത് പൂർണ്ണമായും ആസൂത്രണം ചെയ്തിട്ടുണ്ട്.
അത് എവിടേക്കാണ് പോകുന്നത് എന്നും എത്ര സമയമെടുക്കുമെന്നും ക്യാപ്റ്റനും ക്രൂവിനും വ്യക്തമായി അറിയാം. അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. 100-ൽ 99% അത് എത്തേണ്ടയിടത്ത് തന്നെ എത്തും. ഇനി നമുക്ക് മറ്റൊരു കപ്പലെടുക്കാം. ആദ്യത്തേതുപോലെ അതിലൊരു ക്യാപ്റ്റനോ ക്രൂവോ എടുത്തിട്ടില്ല. അതിന് ലക്ഷ്യമോ ലക്ഷ്യസ്ഥാനമോ നൽകിയിട്ടില്ല. നമ്മൾ അതിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ അനുവദിക്കുന്നു എന്ന് മാത്രം. തുറമുഖത്തു നിന്ന് പുറപ്പെട്ടാൽ അത് ഏതെങ്കിലും വിജനമായ കടൽ തീരത്ത് മുങ്ങുകയോ കാറ്റടിച്ച് വീഴുകയോ ചെയ്യും എന്നതിൽ നിങ്ങൾ എന്നോട് യോജിക്കുന്നുവെന്ന് കരുതുന്നു. ലക്ഷ്യസ്ഥാനവും മാർഗനിർദ്ദേശവും ഇല്ലാത്തതുകൊണ്ട് അതിനൊരിടത്തും പോകാൻ കഴിയില്ല. നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ രഹസ്യത്തിലേക്ക് തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് ലക്ഷ്യങ്ങളുള്ള മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കുന്നതും ഇല്ലാത്തവൻ പരാജയപ്പെടുന്നതും? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം ഉടനടി മാറും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ നിമിഷം മുതൽ ഞാൻ നിങ്ങളോട് എന്താണോ പറയാൻ പോകുന്നത് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെയാവില്ല. ഈ ഭാഗ്യം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായി നിങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടെത്തുവാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ക്രമമായി സംഭവിക്കുകയും ഇപ്പോൾ മുതൽ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒരുപക്ഷെ നേരത്തെ അനുഭവിക്കപ്പെട്ടിരുന്ന ഉത്കണ്ഠയോ ആധിക്യമോ ഉണ്ടാകില്ല. ഭയവും സംശയവും കഴിഞ്ഞ കാലത്തെ ഇതാ വിജയത്തിലേക്കുള്ള താക്കോലും പരാജയത്തിലേക്കുള്ളതും. നാം എന്തു ചിന്തിക്കുന്നുവോ നാം അതായിത്തീരുന്നു. ദിവസം മുഴുവൻ ഒരു മനുഷ്യൻ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അതാണ് അയാൾ. നിങ്ങളൊരു ഫലത്തിനായി മതിയാവോളം ശ്രമിച്ചാൽ നിങ്ങളത് തീർച്ചയായും കൈവരിക്കും. നിങ്ങൾ സംരംഭകനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സംരംഭകനാകും. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പഠിക്കും. നിങ്ങൾ നന്നാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നന്നാകും. നൂറുകണക്കിന് മറ്റു കാര്യങ്ങൾ ഒരേ സമയം ചിന്തിക്കാതെ ലഭിക്കേണ്ട കാര്യങ്ങൾ മാത്രം ശരിക്കും പ്രത്യേകമായി ആഗ്രഹിക്കുക തന്നെ ചെയ്യുക. ബൈബിളിൽ മാർക്കോസ് 9:23 നമ്മൾ വായിക്കുന്നു, വിശ്വാസത്തിന് സകലതും സാധ്യമാണ്. ഭഗവത്ഗീതയിൽ പറയുന്നു, നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക, വിജയിക്കുക. നമ്മുടെ സംശയങ്ങൾ രാജ്യദ്രോഹികളാണ്. പലപ്പോഴും വിജയം നേടായിരുന്നവ ശ്രമിക്കാനുള്ള ഭയം കൊണ്ടാണ് പരാജയപ്പെടുന്നത്. നാം വിശ്വസിക്കുന്നത് പോലെ നാം ആയിത്തീരുന്നു. എന്തുകൊണ്ടാണ് നാം ചിന്തിക്കുന്നത് നാം ആയിത്തീരുന്നത്? മനുഷ്യ മനസ്സിന് സമാനമായൊരു സാഹചര്യം പറഞ്ഞുകൊണ്ട് ഇത് വ്യക്തമാക്കാം. ഒരു കർഷകന് കുറഞ്ഞ ഭൂമിയുണ്ടെന്നും അത് നല്ല ഫലഭൂയിഷ്ഠമായ ഭൂമിയാണെന്നും കരുതുക. ഭൂമിയിൽ എന്ത് നടണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് കർഷകനാണ്. അവൻ ആഗ്രഹിക്കുന്നത് എന്തും ആ ഭൂമിയിൽ അവന് നേടാം. ഭൂമി അത് കാര്യമാക്കുന്നില്ല. തീരുമാനമെടുക്കുന്നത് കർഷകനെ ആശ്രയിച്ചിരിക്കും. ഓർക്കുക, മനുഷ്യ മനസ്സിനെ ഇവിടെ ഭൂമിയോടാണ് താരതമ്യം ചെയ്യുന്നത്. മനസ്സ് ഭൂമിയെപ്പോലെ എന്ത് നടുന്നുവെന്ന് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ എന്തു നടുന്നുവോ അത് തിരികെ നൽകും. ഇനി ആ കർഷകൻ്റെ കയ്യിൽ 2 വിത്തുകൾ ആണുള്ളത് എന്ന് വിചാരിക്കും. അവൻ 2 വിത്തുകളും നടുന്നു. ഒന്ന് ധാന്യം, മറ്റേത് മാരകമായ വിഷച്ചെടി. നന്നായി പരിപാലിക്കുന്നു. എന്തായിരിക്കും സംഭവിക്കുക? ഒരു മാറ്റവുമില്ല. എന്താണോ നടുന്നത് അത് തന്നെ ഭൂമി തിരികെ നൽകും. ബൈബിളിൽ പറയുന്നത് പോലെ നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യും. ഓർക്കുക, ഭൂമി ഒന്നും കാര്യമാക്കുന്നില്ല. മനുഷ്യ മനസ്സ് വളരെ ഫലഭൂയിഷ്ഠമായതും വളരെ അവിശ്വസനീയമായ ഒന്നാണ്. എന്നാൽ ഒരേ രീതിയിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട് ആളുകൾ അവരുടെ മനസ്സ് കൂടുതൽ ഉപയോഗിക്കുന്നില്ല? ജനന സമയത്ത് നമ്മുടെ മനസ്സ് ഒരു സാധാരണ ഉപകരണമായാണ് വരുന്നത്. അത് സൗജന്യമാണ്. കൂടാതെ നമുക്ക് വെറുതെ ലഭിക്കുന്നവ നാം ചെറിയ മൂല്യമാണ് കൊടുക്കുന്നത്. എന്നാൽ നാം പണം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കുന്നു. അതിന് നേരെ വിപരീതമാണ് ശരിയെന്നതാണ് വിരോധാഭാസം. ജീവിതത്തിൽ മൂല്യമുള്ളതെല്ലാം നമ്മളിലേക്ക് വന്നത് സൗജന്യമായിട്ടാണ്. നമ്മുടെ മനസ്സ്, ആത്മാവ്, നമ്മുടെ ശരീരം, നമ്മുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, അഭിലാഷങ്ങൾ, നമ്മുടെ ബുദ്ധി, നമ്മുടെ കുടുംബം, ഉള്ള സ്നേഹം, നമ്മുടെ സുഹൃത്തുക്കളും, ഈ അമൂല്യ സ്വത്തുക്കളെല്ലാം നമ്മളിലേക്ക് കിട്ടിയത് സൗജന്യമായിട്ടാണ്. നാം പണം ചിലവാക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വളരെ വില കുറഞ്ഞതും എപ്പോൾ വേണമെങ്കിലും മാറ്റി സ്ഥാപിക്കാവുന്നതുമാണ്. ഒരു നല്ല മനുഷ്യന് പൂർണ്ണമായിട്ട് മാറുവാനും മറ്റൊരു ഭാഗ്യം നിർമ്മിക്കുവാനും സാധിക്കും. നമ്മുടെ വീട് കത്തി നശിച്ചാൽ പോലും നമുക്കത് വീണ്ടും നിർമ്മിക്കുവാൻ കഴിയും. എന്നാൽ വെറുതെ ലഭിച്ച കാര്യങ്ങളെ നമുക്ക് പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല. നാം അതിനെ നിസ്സാരമായി കാണുന്നത് കൊണ്ട് മനുഷ്യ മനസ്സ് ഉപയോഗപ്പെടുത്തുന്നില്ല. ഏതു തരത്തിലുള്ള ജോലി ഏൽപ്പിച്ചാലും അതിന് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ പൊതുവെ പറഞ്ഞാൽ വലിയ പ്രാധാന്യമുള്ളവയ്ക്ക് പകരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഇത് ഉപയോഗിക്കുന്നു. നമ്മുടെ കഴിവിൻ്റെ 10% മാത്രമാണ് നാം ഉപയോഗിക്കുന്നതെന്ന് യൂണിവേഴ്സിറ്റികൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി തീരുമാനിക്കൂ, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ സ്ഥാപിക്കുക. അത് നിങ്ങൾ ഏറ്റെടുക്കുക. ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ശാന്തമായി പോസിറ്റീവായ രീതിയിൽ ചിന്തിക്കുക. ഈ ലക്ഷ്യം ഇതിനകം നേടിയതായി നിങ്ങളുടെ മനസ്സിൻ്റെ കണ്ണിൽ സ്വയം ചിത്രീകരിക്കുക. നമ്മൾ ഓരോരുത്തരും അവരവരുടെ ചിന്തയുടെ ആകെത്തുകയാണ്.
നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നിങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടുകയും നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുകയും ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ നയിക്കുന്നത്. ജീവിതം ഒരു ആവേശകരമായ സാഹസികത ആയിരിക്കണം. ഒരിക്കലും വിരസമായി ഇരിക്കരുത്. ഒരു മനുഷ്യൻ പൂർണ്ണതയോടെ ജീവിക്കണം. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിൽ അവൻ സന്തോഷിക്കണം. അവൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യണം. കാരണം അവൻ അത് നന്നായി ചെയ്യും. നിങ്ങൾ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിശോധന നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എളുപ്പമായിരിക്കില്ല. നിങ്ങൾ ഒരു ശ്രമം നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തെ മികച്ച രീതിയിൽ മാറ്റും. നിങ്ങൾ എന്തു ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരും. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നടപടിയെടുക്കുക. ആക്ഷൻ എടുക്കാത്തിടത്തോളം ആശയങ്ങൾക്ക് വിലയില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ഒരു കാർഡിൽ എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് കൂടുതൽ പണമയക്കാം. നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കുവാനോ ഒരു നിശ്ചിത തുക സമ്പാദിക്കുവാനോ നിങ്ങൾ ആഗ്രഹിക്കാം. അത് മനോഹരമായ വീടായിരിക്കാം. എന്തുമാകട്ടെ, നിങ്ങളുടെ കാർഡിൽ അത് വ്യക്തതയോടുകൂടി എഴുതുക. നിങ്ങൾ ഇത് ആർക്കും കാണിക്കേണ്ടതില്ല. പക്ഷേ അത് നിങ്ങളുടെ കൂടെ സൂക്ഷിക്കുക. ദിവസത്തിൽ പലതവണ അത് നോക്കുക, വായിക്കുക. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ സന്തോഷത്തോടെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. പകലും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പും നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അവസരത്തിലും അത് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനാൽ അത് ഉടൻ നിങ്ങളുടേതാകുമെന്നതിൽ തിരിച്ചറിയുക. ഇനി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്താണ് ഭയപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്നത് നിർത്തുക. നെഗറ്റീവായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പോസിറ്റീവായിട്ട് മാറ്റുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതായും അത് നേടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വപ്നം കാണുക. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിച്ചേ മതിയാകൂ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് മുന്നേറുക. ഈ 30 ദിവസം നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രമേ ചിന്തിക്കൂ എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഗോൾ നിങ്ങൾ എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കുന്നത് എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അത് നമ്മെ നേരായ പാതയിലേക്ക് നയിക്കും. തീർച്ച. ഒരിക്കലും ചെറിയ ചെറിയ കാര്യങ്ങൾ അസ്വസ്ഥരാക്കരുത്. സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ഇരിക്കുക. ഓർക്കുക, വിതച്ചതേ കൊയ്യൂ. നമ്മൾ വിജയിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ചികഞ്ഞ് ചിന്തിക്കാതിരിക്കുക. പകരം എങ്ങനെ വിജയിക്കും എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നമ്മുടെ സെൽഫ് ഇമേജ് മാറ്റുക. നമ്മുടെ ഗോൾ നേടിയ ശേഷം നമ്മൾ എങ്ങനെയുള്ള ആളായിരിക്കുമോ അങ്ങനെയുള്ള ആളായി മാറിയതായി സങ്കല്പിക്കുക. അതുപോലെ പെരുമാറുക. നിങ്ങൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്തതായി വിശ്വസിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനായി നന്നായി പ്രയത്നിക്കുക. 30 ദിവസത്തെ ഈ പരീക്ഷണം കഴിഞ്ഞാൽ അടുത്ത 30 ദിവസം കൂടി ഇത് തുടരുക. അതിനുശേഷം ഒന്നുകൂടി ആവർത്തിക്കുക. ഇന്നു തന്നെ തുടങ്ങൂ. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല.